ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മളെ കൂർഗിലെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതാ ഞാനിതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ടൈം 8:40 ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആദ്യം നമ്മൾ ഗോൾഡൻ ടെമ്പിളിലാണ് പോണത്, കാരണം ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. എന്നിട്ട് എന്തായാലും മാക്സിമം എല്ലാ സ്ഥലങ്ങളും ഒരു 9 o'clock ആ ഒരു ടൈമിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ നല്ല വിശപ്പുണ്ട്. നമുക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോവാം. അപ്പം എല്ലാവരും എൻ്റെ കൂടെ നമുക്കങ്ങനെ കൂർഗ് എക്സ്പ്ലോർ ചെയ്യാം. തക്കുട്ടി സേ ഹായ്. ഹായ്. രാവിലെ നല്ല വൈബുള്ള പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ റിസോർട്ടിൽ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ. ഞങ്ങളുടെ റിസോർട്ടിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, കുറേ സെക്ഷനായിട്ടാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ പറയുമ്പോൾ റിസോർട്ടൊക്കെ ഇങ്ങനെയാണ്, ഒരു ബിൽഡിങ്ങിൽ തന്നെ ആയിരിക്കുമല്ലോ എല്ലാ റൂംസും. ഇതിങ്ങനെ ഓരോരോ ചെറിയ സെക്ഷനായിട്ട്, എന്നിട്ട് അതിൽ കുറേ റൂംസ് അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഓരോ ആനിമൽസ്, അതായത് ഇപ്പോൾ പശുവിൻ്റെ സ്റ്റാച്യു, പിന്നെ ആനേൻ്റെ സ്റ്റാച്യു, അങ്ങനെയൊക്കെ ചുമ്മാ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ. അങ്ങനെ ഫുൾ നല്ല മരങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട് കാണാൻ. ഇന്നലെ ഞങ്ങൾ സ്വിമ്മിങ് പൂളിലൊക്കെ ആയിരുന്നു, നല്ല എൻജോയ് ചെയ്തു അല്ലേ തക്കുട്ടി? സ്വിമ്മിങ് പൂളിൽ തക്കുട്ടി എൻജോയ് ചെയ്തോ? ഇനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതായത് ബ്രെഡ്, പിന്നെ ബട്ടർ, ജാം, പിന്നെ നമ്മളെ ഇഡ്ഡലി, ചട്നി, സാമ്പാർ, വാട്ടർമെലൺ ജ്യൂസ്, പിന്നെന്താ ഓറഞ്ച് ജ്യൂസോ അങ്ങനെ എന്തോന്നും കൂടി ഉണ്ട്. പിന്നെ ചായ, കോഫി ഉണ്ട്, പിന്നെ കേസരി ഉണ്ട്, ഉപ്പുമാവുണ്ട്. അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഞാൻ അതെല്ലാം വീഡിയോയിലേക്ക് എടുത്തിട്ടില്ല. എന്തായാലും നമുക്കെല്ലാം ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് എടുക്കാം. ഒക്കെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. നമ്മളിവിടെ എത്തി ഗൈസ്. ഇത് കൂർഗിലെ ബൈലക്കുപ്പെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഗോൾഡൻ ടെമ്പിൾ ഉള്ളത്. ഹലോ മിസ്റ്റർ പെരേര. ഇതാ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്നത്. അതാ ഗോൾഡൻ ടെമ്പിളിൽ എത്തി. അതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ. ഇത് കൊടകിലെ ബൈൽകുപ്പെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ കൂടുതലായിട്ട് ബുദ്ധിസം, അതാണ് നമുക്ക് ലോർഡ് ബുദ്ധൻ്റെ സ്റ്റാച്യു എല്ലാം നമുക്ക് കാണാം. ഇദ്ദേഹമാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ സ്ഥാപകൻ. ദുബ്രാങ് പത്മ നോർബു റിംപോച്ചെ എന്നാണ് കേട്ടോ പേര്. ആരും മറക്കണ്ട. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. അതായത് കുറേ മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളിയാണ് കാണാനൊക്കെ.
പിന്നെ നമ്മൾ നേരെ ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ അങ്ങനെ എൻട്രൻസ് ഫീസ് ഒന്നുമില്ല കേട്ടോ. അതാണ് നമുക്ക് ശരിക്കും ഒരു അതിശയകരം. കാരണം എല്ലായിടത്തും എന്തായാലും എൻട്രൻസ് ഫീസൊക്കെ വരുമല്ലോ, ഇവിടെ അതൊന്നുമില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് കയറി. ആഹാ, നല്ല ഗംഭീര സ്റ്റാച്ചു ആണല്ലോ. 3 സ്റ്റാച്ചു കാണുന്നുണ്ട്. അതിൽ സെൻറ്ററിലുള്ളതാണ് ബുദ്ധൻ. അത് ഏകദേശം 60 അടി ഉയരമുണ്ട്. ഇതെല്ലാം സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നാണ് കേട്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ആണെങ്കിൽ ബാക്കി 2 പേരെന്ന് പറയുന്നത് ഒന്ന് അമിതായുസ് എന്ന് പറഞ്ഞൊരു സ്റ്റാച്ചു ആണ്. പിന്നെ അടുത്താണത് ഗുരു പത്മ സംഭവ എന്ന് പറഞ്ഞതാണ്. ഇത് രണ്ടും 58 അടിയും ഉയർച്ചുണ്ട്. ഞങ്ങൾ വന്ന ടൈം എന്തായാലും കൊള്ളാം. ഇവരുടെ ഈ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ട് നോക്കാം. ഇവരുടെ ഈ ഡ്രസ്സിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതായത് ഒരു മെറൂണും മഞ്ഞയും കലർന്നൊരു ഇതാണ് ഇവരുടെ ആ ഒരു ഡ്രസ്സിങ്. പിന്നെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിലാരാണ് ആണ് പെണ്ണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഒരേപോലെയാണ് മുടിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ടിബറ്റൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരേ ഒരു സ്ഥലമാണ് ഈ കൂർഗിലെ ഗോൾഡൻ ടെമ്പിൾ. ഞങ്ങളിപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ഒരു മെഡിറ്റേറ്റിംഗ് ഫീലാണ് നമുക്ക് ബുദ്ധൻ്റെ ഈ ഒരു സ്റ്റാച്ചു കാണുമ്പോൾ. ഭയങ്കര പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും നിങ്ങളെല്ലാവരും ഇവിടെ വന്നൊന്ന് കാണണം. ഭയങ്കര നല്ലൊരു ടെമ്പിളാണ്. അതായത് ഭയങ്കര ഒരു ശാന്തത ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ കുറച്ച് പ്രെയറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങൾ കണ്ടു. ഈ കാണുന്നതൊക്കെ ഈ സന്യാസിമാരുടെ റൂംസാണ്. നല്ല ഭംഗിയുണ്ട്. എല്ലാം നല്ല അടുക്കും ചിട്ടകളും. അതായത് എന്താ പറയുക, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ. നല്ല നന്നായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ആണെങ്കിൽ ഇതാണ് ഇവിടുത്തെ തൊട്ടടുത്തുള്ള മാർക്കറ്റാണ്. നമുക്ക് ഇവിടുന്ന് ഇവരുടെ ഒക്കെ ഒരു ടിബറ്റൻ ഇല്ലേ, ഇപ്പം നമുക്ക് ആ ഒരു കൾച്ചറിൽ നമ്മൾ ഇതുവരെ സാധനങ്ങളൊന്നും വാങ്ങിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ബുദ്ധൻ്റെ ഇത് വാങ്ങിച്ചു. വോളിലൊക്കെ നമുക്കൊന്ന് ഹാങ് ചെയ്ത് വെക്കാമല്ലോ. അതെനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഒരു ഇതും കൂടി വാങ്ങിയിട്ടുണ്ട്, കാറിൽ വെക്കാൻ പറ്റിയൊരു സ്റ്റാച്ചു ബുദ്ധൻ്റെ. അതും നന്നായിട്ടുണ്ട്. അത് രണ്ടും വാങ്ങിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട് ടൈം. നമുക്ക് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണണ്ടേ. ഇനി അടുത്തത് എവിടെയാ നമുക്ക് നോക്കാം. പ്ലാൻ ചെയ്തിട്ടില്ല. നോക്കി നോക്കാം ഇവിടെ ഇനി അടുത്ത ഏതാ സ്ഥലം ഉള്ളതെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഞങ്ങളിത് നേരെ നിസർഗധാമയ്ക്ക് വിട്ടു. ഇപ്പം ഏകദേശം 1 മണിയൊക്കെ ആയി ടൈം. പക്ഷെ ഞങ്ങൾ എന്തായാലും ഫുഡൊന്നും കഴിക്കില്ല. കാരണം നമ്മൾ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് കഴിയട്ടെ. ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്കിനി വന്നിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ തപ്പക്കുട്ടിക്ക് ഹോഴ്സ് റൈഡിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവളെ എന്തായാലും അവളൊരു ആഗ്രഹമല്ലേ, ചെയ്യട്ടെ. പക്ഷെ പേടിയൊന്നുമില്ല കേട്ടോ. അയാൾ ഞാൻ നോക്കിയപ്പോൾ അയാൾ കുറേ ദൂരം, ഇവള് ഒറ്റയ്ക്ക് വരുന്നു. നല്ല ധൈര്യത്തോടെ വരുന്നുണ്ട് ആള്. ലെവലില്ലാട്ട് വരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ നമ്മൾ ആരെ കിട്ടിയാലും വിടില്ല. അതിലിപ്പോൾ കുതിരയായാലും കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം. സിപ്പ് ലൈനിൽ കയറാൻ പോവാണ്. എന്താ പറയുക, പേടിയില്ലാതില്ല. എന്നാലും പുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വാ. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണിത് സിപ്പ് ലൈൻ. കുറേ കാലമായിട്ട് വിചാരിക്കുക ഇതിൽ കയറണമെന്ന്. എന്തായാലും അതങ്ങ് സാധിച്ചു. ഞാൻ മാത്രമല്ല, എനിക്ക് എൻ്റെത് പോട്ടെ, തപ്പക്കുട്ടി കയറി. അതാണ് എനിക്ക് ഏറ്റവും അതിശയമായി. അവൾ കയറി ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. പക്ഷേ ആൾക്ക് ഭയങ്കര ധൈര്യം ഉണ്ട് തോന്നുന്നു. അവളോട് ഞാൻ ചോദിച്ചു സിപ്പ് ലൈനിൽ കയറണമെന്ന്. അവൾ ഓക്കെ പറഞ്ഞു, കയറി. ഇതാ വരുന്നു.
നിധിപ്പറ ടിക്കറ്റ് തൂക്കുപാലം ഇതാണ് കാവേരി നദി. കാവേരി ഇന്ന് ഞങ്ങളുടെ ബോട്ടിംഗ് കാവേരി നദിയിലായിരുന്നു. എന്നെ വിട്ടോ നമുക്ക് കർണാടകയിൽ നമുക്ക് ഫുൾ വെള്ളം കിട്ടുന്നു കാവേരി നല്ലേ. അപ്പൊ അതിനൊരു കടമ വേണല്ലേ. പോവാണ്. ഇത് കാവേരി റിവറാണ് കേട്ടോ. അപ്പൊ എന്നെക്കാളും എക്സൈറ്റ്മെന്റ് തബക്കുട്ടിക്കാണ് കോടിനട്ടിലെ. ഇനി സ്ട്രെയിറ്റ് ആട്ടോ, സ്ട്രെയിറ്റ്. ആ കറക്റ്റ്. തബക്കുട്ടിയാണ് ഓപ്പറേറ്റർ. നേരെ സ്ട്രെയിറ്റ്.
ഏരിയ ഉണ്ട് ഇതിലൂടെ. എടുത്ത്